ദേവരാജൻ ശക്തിഗാഥ എന്ന സംഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ജി ദേവരാജൻ ശക്തിഗാഥ എന്ന സംഘടന ദേവരാജൻ മാഷ് തന്നെ രൂപം കൊടുത്തതാണ്. പിന്നീട് അതിൻ്റെ പ്രധാന സാരഥിയായിരുന്നത് ONV കുറുപ്പാണ്. അതിനുശേഷം പെരുമ്പുഴ ഗോപാലകൃഷ്ണനാണ്. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാനാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. ദേവരാജൻ മാഷെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. സംഗീതത്തിന് പുതിയ മുഖം, സംഗീതത്തിന് പുതിയ ഒരു ലക്ഷ്യബോധം ഒക്കെ നാടകത്തിലൂടെയും സിനിമാ പിന്നണി ഗാനങ്ങളിലൂടെയും ഒക്കെ അദ്ദേഹം കൊടുത്തു. സംഗീതത്തിനെ ഒരു വിപ്ലവത്തിൻ്റെ ഒരു ആയുധമാക്കി മാറ്റാൻ കഴിയും എന്ന് മലയാളത്തിന് കാണിച്ചു കൊടുത്ത ആദ്യത്തെ സംഗീത സംവിധായകനാണ് ദേവരാജൻ മാഷ്. അദ്ദേഹം ഈണം നൽകിയ പാട്ടുകൾ ഇന്നും അവിസ്മരണീയമായിട്ട് തന്നെ, അതിൻ്റെ പുതുമ മാറാതെ തന്നെ നല്ല പാട്ടുകൾ, ഹൃദയസ്പൃക്കായ പാട്ടുകൾ കേൾക്കണമെന്ന് തോന്നുമ്പോൾ വിപ്ലവഗാനങ്ങൾ മാത്രമല്ല, പ്രണയഗാനങ്ങൾ ഉൾപ്പെടെ എല്ലാത്തരം ഗാനങ്ങളും, ഹൃദയസ്പൃക്കായ ഗാനങ്ങൾ കേൾക്കണമെന്ന് തോന്നുമ്പോൾ നാം ഒക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടിനെയാണ്. അപ്പോൾ ഇന്നും പുതുമ മാറാതെ നിൽക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നത് 2006 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. മാർച്ച് 15 അദ്ദേഹത്തിൻ്റെ ജനനം 1927 സെപ്റ്റംബർ 27 ആയിരുന്നു. ആ 27 അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു അവാർഡ് ദാന ചടങ്ങ് ഞങ്ങൾ എല്ലാ വർഷവും നടത്തി വരുന്നു. ഇതുവരെ കേരളത്തിലെ ചലച്ചിത്ര ഗാനരംഗത്തും മറ്റ് സംഗീത രംഗത്തുമെല്ലാം വളരെ ശ്രദ്ധേയരായി നിൽക്കുന്ന പല കലാകാരന്മാരെയും ഞങ്ങൾ ആദരിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സെക്രട്ടറി പറയും. ഇക്കൊല്ലം ഞങ്ങൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് MG ശ്രീകുമാർ എന്ന വളരെ പ്രശസ്തനായ, നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ചലച്ചിത്ര പിന്നണി ഗായകനെയാണ്. ഇത് നൽകുന്നത്, സമ്മാനം, ഈ അവാർഡ് നൽകുന്നത് പ്രശസ്ത എഴുത്തുകാരനും നിരൂപകനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. കൂടാതെ പ്രശസ്തി പത്ര പാരായണം സുധിൻ കുമാറാണ്. പ്രഭാഷകനായിട്ട് നമുക്കൊക്കെ വളരെ പരിചിതനായിട്ടുള്ള ശ്രീ VK സുരേഷ് ബാബുവും എത്തുന്നുണ്ട്. 27 വൈലോപ്പള്ളി ഭവനിൽ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പം അതിന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. നിങ്ങളുടെ എല്ലാം വളരെ നിസ്സീമമായ സഹായവും അതിന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് സെക്രട്ടറി ക്ഷണിക്കും. ജി ദേവരാജൻ ശക്തിഗാഥ അവാർഡിനെ കുറിച്ച് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു. 2010 ഈ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. ONV സാറിന് ആദ്യം അവാർഡ് കൊടുത്തുകൊണ്ടാണ് അവാർഡ് സമർപ്പണ ചടങ്ങ് ഞങ്ങൾ ആരംഭിച്ചത്. ഇത് 16ാമത് അവാർഡാണ്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു പാംപ്ലെറ്റിൽ മുൻകാല അവാർഡ് ജേതാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള ചലച്ചിത്ര ഗാനശാഖയിലെ എഴുത്തുകാരും ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ഗായകരും ആണ് ഞങ്ങളുടെ അവാർഡ് പരിഗണനാ പരിധിയിൽ വരുന്നത്. അങ്ങനെ പഴയ ആൾക്കാരുടെയൊക്കെ അവാർഡ് സമർപ്പണം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി പുതിയ MG ശ്രീകുമാർ സാറിൻ്റെ ആ ഒരു തലമുറ ആണ്, അതിൽ തുടക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ആ ഒരു അവാർഡ് ഇനി അങ്ങോട്ട് പോകും. കുറച്ച് നാൾ കൂടി ഇത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് പേര് നല്ല ഗാനങ്ങൾ ചെയ്തിട്ടുള്ളതും ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളതുമൊക്കെ വളരെ കുറച്ച് മാത്രമാണ് മലയാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ആ കാലം വരെ ഈ അവാർഡ് തീർച്ചയായിട്ടും ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. മാഷിൻ്റെ പേരിലുള്ള ഈ അവാർഡ് അത്രത്തോളം സമുന്നതമായ അവാർഡൊന്നും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അത് ഞങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്നത് വളരെ ഭാഗ്യമായി തന്നെ ഞങ്ങൾ കരുതുന്നു. ഇവിടെ നമ്മുടെ കൂടെ ഇപ്പോൾ ഈ ഇതിന് ഹാജരായിരിക്കുന്നത് ഞങ്ങളുടെ ട്രഷറർ അനിരുദ്ധൻ നിലമേൽ എന്ന ആളും ഞങ്ങളുടെ ശക്തിഗാഥയുടെ അംഗമായ ബിജു പെരുമ്പുഴയുമാണ്. ആദ്യകാല പ്രസിഡന്റ് പെരുമ്പുഴ ഗോപാലകൃഷ്ണന്റെ മകനാണ് ബിജു പെരുമ്പുഴ. ഒപ്പം തന്നെ ഈ പരിപാടിയിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, മാഷിൻ്റെ ഗാനങ്ങൾ ഏറ്റവും ഏറെ ഇഷ്ടപ്പെടുന്ന, അത് ആരാധിക്കുന്ന ഒരു KC ഗോപാലകൃഷ്ണൻ എന്ന ഒരാളിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനുണ്ട്, KC ഗോപാലകൃഷ്ണൻ ഫൗണ്ടേഷൻ. ശരിക്കും അതിൻ്റെ ആസ്ഥാനം ബോംബെയിലാണ്. ശരിക്കും മലയാളിയാണ്. ആ KC ഗോപാലകൃഷ്ണൻ ഫൗണ്ടേഷൻ കൂടി ഞങ്ങളുടെ ഈ അവാർഡ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അത് സംയുക്തമായി ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് കാരണം ഞങ്ങൾ അത് ഒരുമിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൂടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്.